പ്രവാചകൻ മൂലം വിശ്വാസം നഷ്ടപ്പെടുന്ന വ്യക്തികളുടെ പരാതികൾ ധാരാളമായി ലഭിക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, വീട് വെക്കാൻ പറഞ്ഞു, പക്ഷേ ഞാൻ വീട് വെച്ചു, ഇപ്പം ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ വെറുതെ നടന്നതാണ്. എന്നോട് പറഞ്ഞു കാർ എടുക്കാൻ പറഞ്ഞു, ഞാൻ കാറെടുത്തു, ഇപ്പോൾ എനിക്ക് കാർ ഒരു ബാധ്യതയായി. ഇങ്ങനെ അനേകം കുറ്റങ്ങൾ പ്രവാചകന്മാർക്കെതിരെ വരുന്നുണ്ട്. ഒരു പ്രവാചകൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഒരു കുടുംബത്തിൽ നടന്നൊരു സംഭവം. അപ്പൻ പ്രവാചകനായിരുന്നു. അപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിലെല്ലാം ഈ പ്രവചനം പറയും, ദർശനങ്ങൾ പറയും. അങ്ങനെ ജീവിച്ച ഒരപ്പൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രവചനം മക്കളുടെ മേൽ പറഞ്ഞതൊക്കെ തെറ്റി. അപ്പം പറഞ്ഞ പ്രവചനം പോലെയല്ല മക്കളുടെ ജീവിതം നടന്നത്. അങ്ങനെ ആയപ്പോൾ അവന് പ്രവചനത്തിൽ വിശ്വാസമില്ലാതെ വന്നു. അവൻ പറഞ്ഞു, പ്രവചനം കള്ളത്തരമാണ്. എൻ്റെ പിതാവ് നാട്ടുകാരുടെ നിന്ന് പൈസ പിരിക്കാൻ വേണ്ടി എൻ്റെ പിതാവ് ഈ കള്ള നുണയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവന് ഫീൽ ചെയ്തു, എൻ്റെ അമ്മ എൻ്റെ അപ്പൻ ഈ പ്രാർത്ഥനയായിട്ട് നടക്കുന്നത് കറക്റ്റല്ല എന്ന് ഫീൽ ചെയ്തു. പ്രവചനത്തിലെ വിശ്വാസം, അപ്പം പ്രവചനത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ട ആ വ്യക്തി പിന്നീട് പ്രാർത്ഥനയിലേക്ക് പോകുന്നില്ല. കൺവെൻഷൻ എന്ന് കേട്ടാൽ കലിയ, ദേഷ്യമാണ്. കൺവെൻഷൻ കുറേ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിധിക്കാനായിട്ട് തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് വന്നപ്പോൾ ആ മകൻ്റെ ദൈവത്തിലുള്ള വിശ്വാസവും കൂടെ നഷ്ടപ്പെടാനിടയായി. ഞാൻ പറയുന്നത് ക്ലിയറാണോ? പുറകെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈവീശി കാണിക്കാം. യെസ്, താങ്ക് യു. ദൈവത്തിലുള്ള വിശ്വാസം കൂടി നഷ്ടമായി. അപ്പോൾ ഒന്ന്, ആരുടെയും ദർശനം, പ്രവചനം ഇതിലൊന്നും അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരാണ് ഒരു പ്രവചനം നടക്കുമ്പോൾ ഫേസ്ബുക്കിൽ തെറി വിളിക്കുന്നത്, യൂട്യൂബിൽ തെറി വിളിക്കുന്നത്, നിനക്കൊക്കെ വട്ടാണോടാ എന്ന് ചോദിക്കുന്നത്. പിന്നെ ഈ സൈക്കോളജി അറിയാത്തവർ സൈക്കോളജി എനിക്കറിയാം എന്ന് ഭാവിക്കുന്നവരും ഇതൊക്കെ സൈക്കോളജിയാണെന്ന് പറഞ്ഞുകൊണ്ടും തെറി വിളിക്കാറുണ്ട്. ഇപ്പം ഇവരുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞാൽ വചനപ്രഘോഷകരാരും സൈക്കോളജി പഠിക്കുന്നില്ല എന്നൊരു ധാരണയായിരിക്കാം പൊതുജനത്തിനുള്ളതെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റർ ആകണമെങ്കിൽ ആദ്യം പാസ്റ്റർ സൈക്കോളജി പഠിക്കണം, കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കണം. അല്ലാതൊന്നും ആർക്കും കോളേജിൽ നിന്ന് ഡിഗ്രി കിട്ടത്തില്ല. എല്ലാ പാസ്റ്റേഴ്സും പഠിച്ചിരിക്കും കൗൺസിലിംഗ് സൈക്കോളജിയും പാസ്റ്റർ സൈക്കോളജിയും. ഇപ്പോൾ പൊതുജനത്തിനൊരു ധാരണയുണ്ട്, ഈ വചനപ്രഘോഷകർക്കൊന്നും അങ്ങനെ പഠിക്കാത്ത വചനപ്രഘോഷകരുണ്ട്. അത് കൃപയാൽ നയിക്കപ്പെടുന്നവരാണ്, പഠിച്ചവരുമുണ്ട്. ഇപ്പോൾ പഠിച്ചവരാണെങ്കിലും പഠിക്കാത്തവരാണെങ്കിലും ഒരു വ്യക്തമായി ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ദൈവം മനുഷ്യനോട് സംസാരിക്കുക ഇല്ല എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നില്ലെങ്കിൽ ആ സംസാരിക്കാത്ത ഗ്രൂപ്പിൽ ദൈവമില്ലെന്നാണ് അർത്ഥം. ഞാനങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ദൈവം സംസാരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ദൈവമില്ല. ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് നിങ്ങളുടേത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ശരി, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവചനം മൊത്തവും തെറ്റിയ നിമിത്തം സ്വന്തം കുടുംബത്തിലുള്ളവർ എതിരായി മാറി. അയാൾ പറഞ്ഞു തെറ്റാണ്, ആ റോങ് പ്രവസിയാണ്. കുറെ കഴിഞ്ഞപ്പോൾ പ്രവചനം തെറ്റെന്ന് പറഞ്ഞവർ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് സംഭവിച്ചു? ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയാലോ, ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദൈവഭയം ഒരുവനിൽ നിന്ന് നഷ്ടമാകും. നോട്ട് ചെയ്തേക്കണേ, ദൈവവിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെയോടുള്ള പേടി, ഭയം നഷ്ടപ്പെട്ടിട്ട് ഏത് പാപം ചെയ്യാനുമുള്ള ധൈര്യമുണ്ടാവും. പിന്നെ ആരെയും പേടിക്കണ്ട, ആരെയും ഭയപ്പെടണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി,
ഈ കുറച്ച് പേര് നശിക്കുന്നത് എങ്ങനെയാണ്? ഈ യുവക്കന്മാർക്കൊക്കെ ജോലി കിട്ടി, വിദേശത്തൊക്കെ ജോലി കിട്ടിയിട്ട് ഒരു കുഴപ്പമില്ലാത്തവൻ അവിടെ ഇവിടെ എല്ലാം ബാധ്യത വരുത്തി, കടം കയറ്റി ഇങ്ങനെ നശിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒന്നെങ്കിൽ ദൈവത്തെ ഭയം വേണം, ഇല്ലെങ്കിൽ മാതാപിതാക്കളെ പേടി വേണം. മാതാപിതാക്കളെയോ ദൈവത്തെയോ പേടിക്കാതെ നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ സുഖമോഹങ്ങളിൽപ്പെട്ട് അവ മൊത്തവും നശിപ്പിച്ച് നാറാഗുണമാക്കി ആര് സഹായത്തിനില്ലാതെ വരുമ്പോൾ പ്രാർത്ഥന അനുഭവത്തിലേക്ക് വരുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ പ്രാർത്ഥന അനുഭവത്തിൽ വന്നിട്ടും എന്നിട്ടും എന്ത് സംഭവിക്കുവാണ്? ഈ തിന്മയിലേക്ക് നടന്ന് ഈ തിന്മയിലേക്ക് പോയി വീണ്ടും അവൻ നശിക്കാൻ ഇടയായി കഴിഞ്ഞാൽ പിന്നെ അവന് പ്രാർത്ഥന അനുഭവത്തിലേക്ക് വരാൻ തോന്നത്തില്ല, ദൈവത്തിലേക്ക് വരാൻ തോന്നത്തില്ല. അഥവാ പ്രാർത്ഥന അനുഭവത്തിലേക്ക് വന്നാലും അവന് ദുരുദ്ദേശം ഉണ്ടാകും. അവനൊന്നും ദൈവത്തോടൊന്നും കൂറൊന്നും കാണത്തില്ല, വചനത്തോട് കൂറ് കാണത്തില്ല, വചനത്തോട് ചേർന്ന് ജീവിക്കണം എന്നുള്ള താല്പര്യമൊന്നും കാണത്തില്ല. താൽക്കാലിക ശാന്തിക്ക് വേണ്ടി, താൽക്കാലികമായ ഒരു ഇടം കിട്ടാൻ വേണ്ടി നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നാലും വരാതെ നിന്നാലും ഒരു കാര്യം ഉറപ്പാ, ദൈവഭയം നഷ്ടമായി. എപ്പോഴും നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്തോളുക. ഒന്നെങ്കിൽ പാരൻസിനെ പേടിയുണ്ടാവണം, പാരൻസിനോടുള്ള ഭയം, ആ ഒരു ബഹുമാനവും റെസ്പെക്റ്റും അവനെ പാപത്തിൽ നിന്ന് മാറ്റി നടത്തും, അവളെ പാപത്തിൽ നിന്ന് മാറ്റി നടത്തും. അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഒരു പേടി ഉണ്ടാവണം. ദൈവത്തോടുള്ള, പാരൻസിനോട് റെസ്പെക്റ്റും ഇല്ല, ബഹുമാനവും ഇല്ല, പക്ഷെ ദൈവത്തെ പേടിയാണെങ്കിലും അവൻ പാപത്തിൽ നിന്ന് മാറി നടക്കും. എന്നാൽ ദൈവത്തെയോ പാരൻസിനെയോ യാതൊരു ഭയമില്ലാത്ത ഒരു വ്യക്തി എന്ത് തോന്നിവാസത്തിനും പോകും. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ശ്രദ്ധിച്ചുകൊള്ളുക, അങ്ങ് പോകാം, എല്ലാവരും പോകണമെന്നില്ല. ഇനി പാരൻസിനെയും പേടിയില്ല, ദൈവത്തെയും പേടിയില്ല, മര്യാദയ്ക്ക് ജീവിക്കുന്നവരും ഉണ്ട്, അതുമില്ലെന്ന് പറയാൻ പറ്റത്തില്ല, മൊത്തത്തിലല്ല പറയുന്നത്. എന്നാൽ കൂടുതലും പേരിൽ ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ശ്രദ്ധിച്ചുകൊള്ളുക, ഇവർക്ക് എന്ത് സംഭവിക്കും? എന്ത് ചെയ്യാനുള്ള ഒരു മനസ്സ് ഇവർക്ക് ശക്തമായിട്ട് ഉണ്ടാകും. എന്ത് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാകും. ഇങ്ങനെ കേട്ടോ, ഇവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നു? എന്ത് ചെയ്യാനുള്ള മനസ്സുണ്ട്, ദൈവഭയം നഷ്ടപ്പെട്ടു. കണ്ടോ എന്തെല്ലാം അവസ്ഥയിലൂടെയാണ് അവർ പോകുന്നതെന്ന് നോക്കിയേ. ഇവരുടെ രീതി എങ്ങനെയായിരിക്കും? ഒരു കൺവെൻഷൻ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പോസ്റ്റർ കാണുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദൈവദാസൻ്റെ ഒരു പോസ്റ്റർ കണ്ടാൽ ഇവരെന്ത് പറയും? കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയല്ലേ ഇവർ പറയത്തുള്ളൂ. അതവരുടെ കുഴപ്പമില്ല. ഒരു കാലത്ത് ഞാൻ ഇതിൻ്റെ കൂടെയൊക്കെ നടന്നതാണ്, ഇവരെന്താണെന്നൊക്കെ എനിക്കറിയാം, ഞാനിപ്പോൾ ഇവന്മാരുടെ കൂടെ ഒന്നും നടക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാന്യനായിട്ടൊക്കെ വർത്തമാനമൊക്കെ പറയും. കാരണം അവൻ്റെ പാവത്തെക്കുറിച്ച് ബോധമില്ല, അതാണ് അതിൻ്റെ സത്യം. നീ ഒരു കാലത്ത് ഞാൻ ഈ വയലിൽ നടന്നതാണ്, ഒരു കാലത്ത് ഞാൻ ഇതിൻ്റെ കൂടെയൊക്കെ നടന്നിട്ടുള്ളതാണ്, കുറേ കഷ്ടപ്പെട്ടതാണ്, കുറേ വിയർപ്പൊഴുകിയതാണ്, പക്ഷേ ഒരു നേട്ടവും ഇല്ല, ഇവന്മാരെല്ലാം എനിക്കറിയാം എന്ന് നീ പറയുമ്പോൾ നിൻ്റെ പാപത്തെ നീ മറച്ചു വെക്കുകയാണ്. നീ ചെയ്ത ഇതിൻ്റെ കൂടെ നടക്കുമ്പോൾ നീ ചെയ്ത കൊടും ക്രൂരതകളുണ്ട്, ആരും അറിയാതെ നീ ചെയ്ത കൊടും പാപങ്ങളുണ്ട്, നീ രഹസ്യമായി ചെയ്തത്. അതിൻ്റെ ഫലമാണ് നിന്നെ കൊണ്ടിങ്ങനെ സംസാരിപ്പിക്കുന്നത്. നീ അത് അനുഭവിച്ചേ പോകൂ. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ദൈവത്തിനെതിരെയും ദൈവത്തിൻ്റെ മിനിസ്ട്രികൾക്കെതിരെയും സംസാരിക്കുക എന്നുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഏത് കൺവെൻഷനെയും കുറ്റക്കാരനായി മാറ്റും, അതെല്ലാം കാപട്യമാണെന്ന് പറയും. അതുകൊണ്ട് ദൈവം നമ്മളോട് ഏൽപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യും? നമുക്ക് ഇവനെ തിരിച്ചു കൊണ്ടുവരണം. ഇങ്ങനെയുള്ളവരെ എങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ അത് നോട്ട് ചെയ്യണം. ഇങ്ങനെയുള്ളവരെ, ഈ കുറ്റം പറഞ്ഞ് നടക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരണം. ഒരു കാലത്ത് ഇതിലുണ്ടായിരുന്നതാണ്. അവർക്ക് തിരിച്ചു വരണമെങ്കിൽ അവർക്കുള്ള അവസ്ഥ എന്തായിരിക്കണം? ഒരു കാലത്ത് ഇങ്ങനെ ഈ കുറ്റം, ഇപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന നിങ്ങളിൽ ചിലരുടെ ഉള്ളിലെങ്കിലും ഈ ഒരു വിത്ത് മുളയ്ക്കുന്നുണ്ടെങ്കിൽ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം എന്തു ചെയ്യണം? ഒറ്റ വഴിയേ ദൈവത്തിനുള്ളൂ. ആ ഒരു വഴിയാണ് ദൈവ പുരുഷന്മാരിലൂടെയോ ദൈവ സഹോദരന്മാരിലൂടെയോ പ്രവചനം വഴി നിന്നോട് സംസാരിക്കുക എന്നതാണ്. തിരിച്ചു കൊണ്ടുവരുവാൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ദൂതിറങ്ങാതെ പിന്നെ അവൻ തിരിച്ചു വരികയില്ല. അവൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവന് നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്, അവന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്
സത്യസന്ധമായി ദൈവത്തിൻ്റെ ദൂത് അവൻ്റെ മേലിറങ്ങണം. അപ്പോൾ മനുഷ്യനാണെങ്കിൽ അവൻ തിരിച്ചു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൃഗമാണെങ്കിൽ, എന്നാലും ഇതൊക്കെ ആരൊക്കെയോ എന്നെക്കുറിച്ച് കളക്ട് ചെയ്ത്, എന്നെക്കുറിച്ച് ഇവന്മാർ വേറെ വഴി കൂടെ അറിഞ്ഞു, ഇവന്മാർ പ്രേക്ഷിതരെ വിട്ടൊക്കെ മനസ്സിലാക്കി സ്റ്റേജിലൂടെ നിന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വശത്തിരുത്താം. പക്ഷേ പ്രേക്ഷിതർക്കോ സ്റ്റേജിൽ നിൽക്കുന്നവർക്കോ ഒരു മനുഷ്യന് പോലും അറിയാത്ത അവൻ്റെ അകത്ത് മാത്രം ഇരിക്കുന്ന രഹസ്യങ്ങൾ, ഹല്ലേലൂയ, ഒരു ദൈവദാസനിലൂടെ സംസാരിച്ചാൽ അതിനർത്ഥം മകനെ തിരിച്ചു വാ എന്ന് ഒരമ്മയെപ്പോലെ ദൈവം വിളിക്കുകയാണ്. മകനെ നീ തിരിച്ചു വാ, ഇനിയും പോകല്ലേ, പുറകോട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് ദൈവം വിളിക്കുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ അത്. സ്തുതിക്കാം, ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെയുള്ള അനുഭവം കിട്ടിയവരൊക്കെ സ്തുതിച്ച് യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഇങ്ങനെയുള്ള വ്യക്തികളെ അവർ ചെയ്യുന്ന ഒരു കഠോരമായ പാപമുണ്ട്. ആ പാപം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, ഇങ്ങനെ നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് അവൻ ചെയ്യുന്ന പാപമാണ് 1 തെസ്സലോനിയൻ അതിൻ്റെ 5-20 വാക്യം. ആ പാപം ഏതാണ്? നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. പാപം പറഞ്ഞേ, നിങ്ങളിൽ അതല്ല. 1 തെസ്സലോനിക്ക 5:20 പ്രവചനങ്ങളെ നിന്ദിക്കരുത്. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ നോട്ട് ചെയ്തേ, ആ വചനം എല്ലാവരും നോട്ട് ചെയ്തേ. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. ഒരിക്കൽ കൂടി നോട്ട് ചെയ്തേ. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. നോട്ട് ചെയ്തോ? ചിലപ്പോൾ ഒരു കഴുതയായിരിക്കും, ചിലപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവനായിരിക്കും, ചിലപ്പോൾ നിന്റെ ശത്രു വന്നിട്ടായിരിക്കും പ്രവചനം നിന്റെ തലയിൽ കൈവച്ച് പറയുന്നത്. ആ സമയത്ത് നിന്റെ ശത്രു അല്ല പറയുന്നത്, മറിച്ച് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവമാണ് പറയുന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഒരു പ്രവചനത്തെ പോലും നിന്ദിക്കരുത്. ഒരു ദൈവദാസൻ, ഈ ടീമിലെ ദൈവദാസൻ, നമ്മുടെ ഗ്രൂപ്പിലെ പത്തനംതിട്ടയിലെ സിജിൻ ബ്രദറിന്റെ ഫാമിലിയിൽ ചെന്നിട്ട് അവിടുത്തെ ഫാദറിനോട് പറഞ്ഞു, അച്ഛൻ ശരീരത്തിൽ ഒരു രോഗം കിടക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്, വേഗം പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അച്ഛൻ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ സിജിൻ ബ്രദർ മനസ്സിലായി, കർത്താവ് വെറുതെ പറയത്തില്ല, എന്തെങ്കിലും കാര്യം കാണും. അപ്പനോട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. ചെക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ചെക്ക് ചെയ്തു. കറക്റ്റായിട്ട് അത്യാവശ്യം ഒന്ന് ചികിത്സ ചെയ്യേണ്ട ഒരു രോഗമുണ്ട്. ആ രോഗം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അപകടമായിപ്പോയനെ. കണ്ടുപിടിച്ചില്ലെങ്കിൽ അപകടമായിപ്പോയനെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ദൂതാണ് ആ രോഗം കണ്ടുപിടിക്കാൻ കാരണം. ഹല്ലേലൂയ. ഇനിത്തെ ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്ന അവസ്ഥയുള്ളൂ. സ്തോത്രം. എന്നാൽ വേറെടുത്ത് ഞാൻ ഒരു സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഹാർട്ടിനെ കർത്താവ് ദർശനം കാണിക്കുന്നുണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ വൈഫ് പറഞ്ഞു, അച്ഛാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പോയി ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹാർട്ടിൽ ബ്ലോക്കാണ്. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഇതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചു? അപ്പോൾ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഏത് സമയം ഏത് റോഡിൽ വെച്ച് വേണമെങ്കിലും അയാൾക്ക് വീണും അയാൾക്ക് തീരാമായിരുന്നു. ദൈവം മനുഷ്യരിലൂടെ പ്രവചനം പറയുന്നത് നിന്നെ അത്രയും സ്നേഹിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ കെട്ടിപ്പിടിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? നിന്നെ കർത്താവ് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിർത്തുന്നതാണ് പ്രവസി എന്ന് പറയുന്നത്.
മനസ്സിലാവുന്നവരൊന്ന് സ്തുതിക്കാമോ? മനസ്സിലാവുന്നവർ സ്തുതിക്കാമോ? ഹല്ലേലൂയ. നിങ്ങളത് ഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? സ്തുതിക്കാമോ? നിങ്ങളത് ഇങ്ങനെ സ്തുതിച്ചാൽ പറ്റുമോ? എത്രയാണോ ദൈവത്തിന് സ്തുതിപ്പ് കൊടുക്കേണ്ടത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളടുത്ത് പറയാണ്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. ആ താക്കീത് ഓർത്ത് നോക്കിയേ. നിന്റെ ഈ വെറുപ്പുള്ള ഒരു മനുഷ്യനായിരിക്കാം ദൈവം അവനെ ആയിരിക്കും ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ അവളെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. നിന്ദിക്കരുത്. ചിലപ്പോൾ തെറ്റായിരിക്കും പറയുന്നത്, നമ്മൾ അതിനെ വിധിയൊന്നും എഴുതണ്ട. ചിലവരൊക്കെ എന്നെ വിളിച്ചിട്ട്, ബ്രദർ ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടു, ഞാൻ ഇങ്ങനെ ഉണ്ട്, ഓക്കെ പ്രാർത്ഥിക്കാം. ചിലത് തെറ്റായിരിക്കും, ചിലത് ശരിയായിരിക്കും. എങ്കിൽ തന്നെയും നമ്മൾ അതിനെ പിന്നെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണെങ്കിൽ മാത്രം നമ്മൾ നിരുത്സാഹപ്പെടുത്തും. കാരണം ആ വരം ദൈവത്തിൻ്റെതല്ലെങ്കിൽ അതൊന്ന് മാറ്റിപ്പിടിക്കാൻ പറയും. അല്ലാത്തതെല്ലാം ഓക്കെ ഞാൻ പ്രാർത്ഥിച്ചോളാം. അത് റിസീവ് ചെയ്യുകയോ സ്വീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാൻ നമുക്ക് അവകാശം ഈ വചനത്തിൽ പറയുന്നുണ്ട്. വചനം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ, ശ്രദ്ധിച്ചോളുക. ഞാൻ പറഞ്ഞുതരാം. അതായത് അനർഹമായ ഒരു മെസ്സേജാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ആ മെസ്സേജിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങളൊന്ന് വായിച്ചേ, എല്ലാവരും ബൈബിൾ വായിച്ചേ. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ. എല്ലാം പരിശോധിച്ച് നോക്കണം. പരിശോധിച്ച് നോക്കണം. പരിശോധിച്ച് നോക്കിയിട്ട് റിസീവ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. പക്ഷെ അവരെ നിന്ദിക്കാൻ പാടില്ല. ചിലവരും ബ്രദറെ ഞാൻ ഇന്നലെ ഇന്നാണൊക്കെ കണ്ടു, ബ്രദറിനെ കുറിച്ച് കണ്ടു, ഓക്കെ സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, സഹോദരൻ പ്രാർത്ഥിച്ചാട്ടെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ അവിടെ കൊണ്ട് അതങ്ങ് മാറ്റും. പക്ഷെ അവരെ നിന്ദിക്കത്തില്ല നമ്മൾ. ഇനി വളരെ ശ്രദ്ധിക്കുക, ഈ പ്രവചനങ്ങളെ നിന്ദിച്ചാൽ വരുന്ന പ്രവചനങ്ങളെല്ലാം കുറെ കള്ളന്മാർ ചുമ്മാ വായി വരുന്നതൊക്കെ പൊട്ടത്തരം വരുന്നു പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ നിന്ദിക്കുമായിട്ട്. നിന്ദിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് നിന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഏതൊക്കെയോ വിഷയത്തിൽ നിന്ന് നിന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനായ പൗലോസിനെ ആദ്യമായി ദൈവം സന്ദർശിച്ച സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ആ സമയത്ത് ദൈവം എന്തൊക്കെ പറഞ്ഞു? ആർക്കൊക്കെ പറയാം? ദൈവം ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞു? നീ എനിക്ക് വേണ്ടി കഷ്ടപ്പെടും. അനനിയാസിന് പൗലോസിനെ കുറിച്ചുള്ള മെസ്സേജ് അനനിയാസിൻ്റെ കയ്യിൽ യേശു കൊടുത്തു വിട്ടു. എന്തൊക്കെ പറഞ്ഞു? നല്ലതാണോ പറഞ്ഞത്? നീ ജയിലിലാകും, നീ വിജാതിരുടെ പോണ്ട വരും, നീ അടിയേക്കും. ഇങ്ങനെയുള്ള മെസ്സേജുകൾ മൊത്തം ആദ്യത്തെ ദിവസം തന്നെ പാസ് ചെയ്തു. കറക്റ്റാണോ? അല്ലേ? ആദ്യത്തെ ദിവസം തന്നെ പാസ് ചെയ്തു. നീ അടിയേക്കും, നീ ഇടിയുള്ളും, നീ എനിക്ക് സാക്ഷിയായി പലയിടത്ത് പോകും, നീ പട്ടിണി അടക്കം, നീ ഒരുപാട് ദുരിതങ്ങളിലൂടെ നടക്കും. പൗലോസിന് ഒന്നും പോസിറ്റീവ് ഇല്ല. എല്ലാം സാക്ഷിയാകുന്നതിൻ്റെ പുറത്തുള്ള വേദനകളെ കുറിച്ചാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത്. പൗലോസ് കുലുങ്ങിയില്ല. കാരണം അവിടുന്ന് എൻ്റെ മുമ്പിൽ വെളിപ്പെടുവാൻ തക്കവിധം ഞാൻ യോഗ്യനല്ല. അവിടുന്ന് വെളിപ്പെട്ടുവെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി യേശുവേ ആരാധന. ആമോഹം കണ്ട പടി ആമോഹം കണ്ടതി എന്നിൽ നിറയണമേ. ആമോഹം കണ്ടതി എന്നിൽ നിറയണമേ. യേശു എൻ്റെ ജീവന നിത്യദൈവം സ്വന്തം
യേശു എൻ്റെ ജീവന നിത്യദൈവം സ്വന്തമാ. ദൈവമേ നിന്റെ ഞാൻ എത്രയോ ദൈവമേ നിന്റെ സ്നേഹം ഞാൻ എത്രയോ ഭാഗ്യവാൻ. നിന്റെ സ്നേഹം ഞാൻ എത്രയോ ഭാഗ്യവാൻ. തിരുചോര നൽകി ജീവനേകി ഞാനെന്തു ദൈവമേ നിന്നെ സന്നിധി. തിരുചോര നൽകി ജീവനേകി ഞാനെന്തു ദൈവമേ നിൻ സന്നിധി. അപ്പം നമുക്ക് ഈ പ്രവചനം ഉള്ള നിന്ദിക്കുന്ന വ്യക്തികൾ, അത് നിന്ദിക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തികൾ, യേശുക്രിസ്തുവിൻ്റെ ശബ്ദം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെയിലേക്ക് എത്തിയപ്പോൾ അത് നിന്ദിക്കാൻ പ്രേരിപ്പിക്കുന്നവർ ശ്രദ്ധിക്കണമേ, അവരെ സൂക്ഷിക്കണം. അവർ ഒരു തലം പ്രീച്ച് ചെയ്യുന്നവരാണെങ്കിലും അവർ പരിശുദ്ധാത്മാവിനെതിരെ അല്ലെങ്കിൽ പ്രവചനത്തിനെതിരെ അവർ സംസാരിക്കുകയാണെങ്കിൽ അവരെ സൂക്ഷിക്കണം. അവരെ അയച്ചത് ദൈവമല്ല. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് പ്രവചനം പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ശത്രുവാണെങ്കിൽ, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, ആണെങ്കിലും സംസാരിക്കുന്നത് ദൈവമാണെന്നോർത്ത് നിങ്ങൾ കേട്ട് ദൈവത്തിന് നന്ദി പറയാൻ ശ്രമിക്കണം. പക്ഷേ അപ്പോഴും ബൈബിൾ നിങ്ങളെ പ്രബോധിപ്പിക്കുവാണ്, എല്ലാം പരിശോധിച്ച് മനസ്സിലാക്കിയാൽ മതി. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അതുകൊണ്ട് പ്രവചനം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒരു മിനിസ്ട്രി എന്തിനാണ് ഈ പ്രവചനം നിങ്ങൾക്കായിട്ട് ലഭിക്കുന്നതിൻ്റെ കാരണം എന്താണ്? എന്തിനാ ലഭിക്കുന്നത്? വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിന് പ്രവചനം ലഭിച്ചത് എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി ഏതെല്ലാം തലങ്ങളിലൂടെ കടന്നു പോകും, അദ്ദേഹം മിനിസ്ട്രിയുടെ അപ്പോസ്തലനാണ്, ഏതെല്ലാം തലങ്ങളിലൂടെ കടന്നു പോകുമെന്ന് ദൈവം സംസാരിച്ചതാണ്. അതുകൊണ്ട് ആകുലപ്പെട്ട് നീ വിഷമിച്ച് നീ വേദനിച്ച് നീ പ്രയാസപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ദൈവത്തിൻ്റെ ആലോചന പറയുന്ന ഒരു കൊച്ചു സഹോദരി വന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ കർത്താവ് എന്നോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് പറയുമ്പോഴേ ആ സുഖം എന്താണ്, ആ ദൈവ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു തിരുവനന്തപുരത്തുള്ള ഒരു ടീച്ചർ, ഞാൻ വിവേനും ബ്രദറുമായിട്ട് ഇരിക്കുന്ന സമയം രാത്രി 2 മണിയായി. ഞാൻ ബിബിൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ആ ടീച്ചറിനെ ദൈവം കാണിക്കുന്നു, നീ ഒന്ന് മെസ്സേജ് എടുക്കുക, ആ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടൊരു മെസ്സേജ് എടുക്കാൻ പറഞ്ഞു. കർത്താവുമായിട്ട് പ്രാർത്ഥിച്ചപ്പം 2 മണി ഞങ്ങൾ പ്രാർത്ഥനയിലിരിക്കുമായിരുന്നു, ഫാസ്റ്റിംഗ് പ്രയറിലിരിക്കുമ്പോൾ 2 മണിയായപ്പോൾ ആ ടീച്ചറിനെ കുറിച്ചുള്ള പ്രവസി ബിബിൻ ബ്രദറിന് കർത്താവ് കൈമാറി. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് വിളിക്കാൻ നമ്മുടെ ടീമിന് ഏത് രാത്രിയിലും വിളിക്കാൻ പറ്റുന്ന ടീച്ചറാണ്, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഉറക്കമല്ലേ, ഞാൻ പറഞ്ഞു വിളിച്ചോളാം, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ബെല്ലടിച്ചു, 2 തവണ അടിച്ചപ്പോൾ ടീച്ചർ എടുത്തു, ഉറക്കത്തിൽ നിന്ന് എടുത്തത്. ഞാൻ പറഞ്ഞു, ടീച്ചറെ രാത്രി 2 മണിയായി, ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചു തമാശന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, പറയൂ ബ്രദറെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, രാത്രിയിലെ ഉറക്കം കളയാൻ വേണ്ടി ഇപ്പോൾ കർത്താവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേൾക്കാമെന്ന് പറഞ്ഞു. ബിബിൻ ബ്രദറിനെ കുറിച്ച് അപ്പോഴേ ബിബിൻ ബ്രദർ പറഞ്ഞു, ഗവൺമെൻറ്റിൽ നിന്നുകൊണ്ട് ഒരു ലെറ്റർ വരുന്നുണ്ട്, ആ ടീച്ചറിനെതിരാണെന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞു. രാത്രിത്തെ നല്ല ഉറക്കത്തിന് പറ്റിയ ഉഗ്രൻ പ്രവചനമായിരുന്നു. ആ പ്രവചനത്തിൻ്റെ പിറ്റേ ദിവസമായപ്പോൾ വീട്ടിൽ ലെറ്റർ വന്നു, ഗവൺമെൻറ്റിൽ നിന്ന് നല്ലൊരു ഓർഡറാണ് വന്നിരിക്കുന്നത്, നെഗറ്റീവായി, സ്കൂൾ തലവുമായി ബന്ധപ്പെട്ട്. എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റി? ടീച്ചറിൻ്റെ കയ്യിൽ ഓർഡർ പോലും കിട്ടിയിട്ടില്ല. തലേന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ വളരെ വ്യക്തമായി ദൂത് കൊടുക്കുകയാണ്. എനിക്ക് ശേഷമുള്ള ക്ലാസ്സുകാർ ഇങ്ങനെ ദൂത് എന്തുകൊണ്ട് വരുന്നു, ഇങ്ങനെയുള്ള ദൂതുകൾ വരുന്നതിൻ്റെ കാരണമെന്ത്,
ഇത് എനിക്ക് ശേഷമുള്ള ദൈവദാസന്മാർ നിങ്ങളെ പഠിപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ടീച്ചറിൻ്റെ പ്രാർത്ഥനകൾ, ടീച്ചറിൻ്റെ പ്രേക്ഷിത വേല മുകളിലുണ്ട്. അതാ കാര്യം. സ്തോത്രം. ഹല്ലേലൂയ, മുകളിലുണ്ട്. എന്തുകൊണ്ടാണ്? നീ അറിയാത്ത സമയത്ത് നിന്നെ വിളിച്ചൊരു ദൈവദാസൻ വിളിച്ചു ഫോണിൽ കൂടെ, സഹോദരൻ നിന്നെ കുറിച്ചൊരു പ്രവചനം കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് പറയുന്നെങ്കിൽ നിന്നെ ദൈവം മുകളിൽ കാണുന്നുണ്ട്. മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് അനുഭവമുള്ളവരൊന്നും നമുക്ക് കരങ്ങളെന്ന് വിരിച്ചു പിടിച്ചുകൊണ്ട് ഈ അനുഭവമുള്ളവര് ഈ സമയം നമ്മൾ അലിഞ്ഞു ചേരുന്നത് ദൈവത്തോടാണ്. സ്തോത്രം. മനസ്സിലാക്കണേ. ലോകം മുഴുവനും ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളും ദൈവത്തോട് അലിഞ്ഞു ചേർന്ന് ആഘോഷിക്കുകയാണ്. ചില സഭാ സമൂഹങ്ങൾ തിരുവാതിര കളിച്ച് അങ്ങോട്ട് നൃത്തമാടി സന്തോഷിച്ച് ഇരിക്കുമ്പോൾ നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തോട് നമ്മൾ നമ്മുടെ മക്കളും അലിഞ്ഞു ചേരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താ മേന്മ? സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുന്ന കൂട്ടത്തിൽ ഇതും ഉണ്ട് നിക്ഷേപമായിട്ട്. ലോകത്തിലേക്ക് അഴിഞ്ഞാടാൻ ക്രിസ്ത്യാനിയാകേണ്ട കാര്യമുണ്ടായിരുന്നോ? എൻ്റെ ചോദ്യം അതാണ്. ലോകത്തിലേക്ക് അഴിഞ്ഞാടണമെങ്കിൽ ഞാൻ പോയി ഒരു ക്ലബിൽ ചേർന്നാൽ പോരെ? ഞാൻ ക്ലബിൽ ചേർന്നാൽ മതിയെന്നേ. എനിക്ക് ഒരു ക്രിസ്തീയ സഭയുടെ ആവശ്യമില്ല. ക്രിസ്തീയ സഭയെ ചേർന്ന് ഇതിൻ്റെ അകത്ത് കിടന്ന് അഴിഞ്ഞാടേണ്ട കാര്യം എനിക്കെന്ത്? സഭ ലോകത്തിൽ നിന്ന് മാറി നിന്ന് ദൈവത്തെ ആരാധിക്കേണ്ടതാണ്. ലോകത്തിലുള്ള ഇതുപോലെ ആഘോഷങ്ങളും ഇതുപോലെ ഉത്സാഹങ്ങളും ഇതുപോലെ സന്തോഷവും നിറഞ്ഞ ഒരു ലോകത്തിൽ യേശു ക്രിസ്തു വന്നിട്ട് ദൈവരാജ്യത്തിലേക്ക് തൻ്റെ മക്കളെ ചേർത്ത് മാറ്റി നിർത്താനും സുവിശേഷത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ഉത്തരവാദിത്വങ്ങൾ കൊടുത്ത് അവരുടെ ഏത് സമയം, പൗലോസ് പറയുന്നത് കല്യാണം പോലും കഴിക്കരുത്. എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ചാൽ? കല്യാണം കഴിച്ചാൽ ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ടതായിട്ട് വരും. ഭർത്താവിനെ കുറിച്ച് 24 മണിക്കൂർ ചിന്തിക്കണം. ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കണം, എങ്ങനെ വഴക്കില്ലാതാക്കണം, എങ്ങനെ അയാളെ ചിരിപ്പിക്കണം, ഇതിൽ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. ആ ടൈം ദൈവത്തിന് നഷ്ടമാണ്. അത് കാരണം നീ കല്യാണം പോലും കഴിക്കണ്ട. എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന തരത്തിൽ മാറാൻ വേണ്ടിയിട്ടാണ് ആരാധിക്കുന്ന ഫെസ്റ്റിവൽ. അവരാരാധിക്കുന്ന ദൈവത്തെ ഒന്നും നമുക്കറിയത്തില്ല. നമുക്ക് അതിൻ്റെ ഒന്നും കാര്യമില്ല. മനുഷ്യനെ സ്നേഹിക്കുക. സ്നേഹിക്കുന്നു എന്ന് വാക്കിലല്ല, അത് പ്രവൃത്തിയിൽ കാണിക്കണം. സ്നേഹിക്കുന്നു എന്ന് വാക്കിലല്ല, അത് എന്തിൽ കാണിക്കണം? പ്രവൃത്തിയിൽ കാണിക്കണം. ഇനി 1 കൊരിന്ത്യർ 13:2 വായിക്കുമ്പോൾ എന്താണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും. ആമേൻ. എന്താ പറയുന്നത്? സകല രഹസ്യങ്ങളും ഉണ്ട്. ദൈവത്തിൻ്റെ വളരെ രഹസ്യങ്ങൾ, സകല മർമ്മങ്ങൾ, സകല ജ്ഞാനവും എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചാലും, സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ അത് എന്തുകൊണ്ടാണ് ഇത് പൗലോസ് എഴുതിയിരിക്കുന്നത് മനസ്സിലാവും. എനിക്കത് മനസ്സിലാവും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. സ്വർഗത്തിൽ ഒരു ബന്ധനമോചന ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ ശുശ്രൂഷയുണ്ടോ? പറഞ്ഞേ, ഉണ്ടോ? സ്വർഗത്തിൽ ബന്ധനമോചന ശുശ്രൂഷയുണ്ടോ? എല്ലാവരും ഒന്ന് പറ. ഇല്ല. സ്വർഗത്തിൽ പ്രവചനത്തിൻ്റെ ആവശ്യമുണ്ടോ? അവിടെ യേശു എല്ലാവരിലും നിറഞ്ഞിരിക്കുമല്ലേ? ഉണ്ടോ? ഇല്ല. ഭാഷാവരത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് സ്വർഗത്തിൽ ആകെ നമ്മളിൽ പ്രവർത്തിക്കുന്നത്? എന്താണ്? എന്ത് പ്രവർത്തിക്കും?
ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഉറക്കെ പറഞ്ഞേ, നല്ല ചുണയായിട്ട് പറഞ്ഞേ. എന്താണ് സ്വർഗത്തിൽ നമ്മളിൽ പ്രവർത്തിക്കാനുള്ളത്? എന്താണ്? സ്നേഹം. സ്നേഹം മാത്രമേ ഉള്ളൂ. പ്രവചനമായിട്ട് അവിടെ പോകേണ്ട കാര്യമില്ല, ദർശനമായിട്ട് പോകേണ്ട കാര്യമില്ല. അതെല്ലാം സഭയിലാണ്. സ്നേഹം മാത്രമേ മുകളിൽ പോകാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പ്രവാചകൻ സ്നേഹത്തോടു കൂടിയായിരിക്കണം. അവന്റെ ഉള്ളിൽ സ്നേഹം വേണം. ഒരു വീട്ടിൽ ചെന്ന് ദർശനം പറഞ്ഞാൽ അഹങ്കാരത്തോടെയോ വെറുപ്പോടുകൂടിയോ ആജ്ഞാപിച്ചുകൊണ്ടോ പറഞ്ഞാൽ നീ ദൈവത്തിൽ നിന്ന് പുറത്താ, സ്വർഗത്തിൽ നിന്നും പുറത്താ. സ്നേഹം, 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 സ്നേഹം. മനുഷ്യനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രവാചകന്റെ ആറ്റിറ്റ്യൂഡ്, ഒരു പ്രവാചകന് വേണ്ട ആറ്റിറ്റ്യൂഡ് ആദ്യം നമ്മൾ, സ്വഭാവം, മനോഭാവം ആദ്യം നമ്മൾ നേടിയെടുക്കണം. ഫസ്റ്റ് നേടിയെടുക്കേണ്ടത് പ്രവാചകന് വേണ്ട മനോഭാവമാണ്. ദൈവഭക്തനായ നിങ്ങൾ ദൈവ പദ്ധതിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ ജീവിച്ച് പോകുമ്പോൾ, ഒരു ദൈവഭക്തൻ നമുക്ക് വേണ്ടി, തനിക്ക് വേണ്ടി തന്നെ പദ്ധതികൾ നിർമ്മിക്കുന്നു. വളരെ ശ്രദ്ധിക്കുക. അവൻ പ്ലാനുകൾ പലത് കണക്ക് കൂട്ടുമ്പോൾ, ഇങ്ങനെ പോകണം, എനിക്ക് അങ്ങനെ പോകണം, എനിക്ക് നോക്കിക്കോ, എനിക്ക് ബോംബെ പോയി സെറ്റിലാവണം, എനിക്ക് ന്യൂസിലാൻഡിൽ പോയി സെറ്റിലാവണം, അല്ലെങ്കിൽ എനിക്ക് അർമേനിയയിൽ പോകണം. ഇങ്ങനെ പലതരത്തിലുള്ള പ്ലാൻസ് ഒരു സമൂഹത്തിൽ ഒരു ദൈവ പൈതൽ ചെയ്യുമ്പോൾ, യേശു നിന്നെക്കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ദൈവ പൈതൽ അറിയണം. യേശു തയ്യാറാക്കിയ പദ്ധതിയും നിന്റെ പദ്ധതിയും തമ്മിൽ ചേരുന്നുണ്ടോ? കർത്താവിന് നിന്നെക്കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്. നിന്റെ പ്ലാനാണ് ആദ്യത്തത്. നീ ഒരു ദൈവ പൈതലാം, നിനക്ക് പ്ലാനുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ആരുടെ പദ്ധതിയാണ്? യേശു നിന്നെക്കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. നീ ചെയ്യുന്ന പ്ലാനിനെ ഓവർകം ചെയ്ത് യേശുവിൻ്റെ പ്ലാനെ ദൈവഭക്തൻ്റെ മേൽ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അത് ആ പ്രൊഫസി ഫുൾഫിൽ ആകണമെങ്കിൽ ക്രിസ്തുവിയ. കാരണം നീ ദൈവഭക്തനാണ്. നീ വിസയ്ക്ക് കൊടുത്താൽ റിജക്റ്റ് ചെയ്യും. നീ അയൽസിന് പോവുക, പാസ്സാകുന്നില്ല. അയ്യോ, ഞാൻ ഇത്രയും പരിശുദ്ധാത്മാവിൽ നിറവുള്ള ഞാൻ പാസ്സാകുന്നില്ലല്ലോ. അയ്യോ, ഞാൻ എന്തുകൊണ്ടാണ് OIT പാസ്സാകാത്തത്? നീ ദൈവഭക്തയാ. നിന്റെ പദ്ധതി അല്ല യേശുവിൻ്റെത്. യേശുവിൻ്റെ പദ്ധതിയിലേക്ക് നീ എപ്പോൾ നടന്നു കയറുന്നോ, അതിനായി ഒരുവനെ ദൂത് പറയാൻ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ ടൈം വരെ ഒരു പരീക്ഷയും പാസ്സാക്കിപ്പിക്കത്തില്ല. കാരണം നിന്നെ കൺട്രോൾ ചെയ്യുന്നത് ദൈവമാ. ദൈവത്തിന്റെ ശബ്ദം നിന്റെ മേൽ വരുന്നത് വരെ ചലിപ്പിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ 46:10, യെശയ്യാ 46:10 ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യെശയ്യാ 46:10. എന്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എന്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. അതായത് ആരംഭകാലത്തിൽ തന്നെയും അവസാനവും പൂർവ്വകാലത്തും മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. എന്താണ്? എൻ്റെ ആലോചന, നിന്റെ മേലുള്ള എൻ്റെ ആലോചന നിവൃത്തിയാകും. ദൈവത്തിൻ്റെ പ്ലാൻ ഉണ്ടെന്നേ നിങ്ങളെക്കുറിച്ച്, അതേ നിവൃത്തിയാവത്തുള്ളൂ. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് ദൈവം ഇങ്ങനെ പ്രവചനം പറയുന്നത്? എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സദൃശവാക്യങ്ങൾ 22:6 ഇങ്ങനെ പറയുന്നു. പ്രൊവേർബ്സ് 22:6 നടക്കേണ്ട വഴിയിൽ ഒരു അപ്പന് അറിയാം അവൻ്റെ മകനെ എങ്ങനെ നടക്കണം, എങ്ങനെ ഏത് വഴിയിലൂടെ നടത്തണം എന്ന് അവനെ അഭ്യസിപ്പിക്കത്തില്ലേ? മോനെ അങ്ങനെ പോകണ്ട, ഇങ്ങനെ പോകണ്ട, 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 അത് ചെയ്യരുത്, ചെയ്യരുത്. ഇത് കേട്ട ഒരു ബാലൻ, നല്ലൊരു അപ്പൻ്റെ മകൻ വളരുന്നത് അല്ല. അവൻ എന്തോന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അവൻ എങ്ങനെയാന്ന് വെച്ചാൽ പോട്ട് പോട്ട് എന്ന് പറയുന്നതല്ല ഒരു അപ്പൻ.
നമ്മുടെ ദൈവവും അതുപോലെ തന്നെ. ഇന്നത് വേണ്ട, ഇന്നത് ചെയ്യണ്ട, ഇന്നത് പോണ്ട എന്ന് ദൈവവും നമ്മുടെ ദൈവവും പറയും. ഒരു ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കും ദൈവം.